മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദൈവികാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈശോയുടെ തിരുമുമ്പിൽ പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 6 മുതലുള്ള തിരുവചന ഭാഗങ്ങളില് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് യോഹന്നാനെ കുറിച്ചാണ്. യോഹന്നാൻ ഈ ലോകത്തില് ഈശോയ്ക്ക് സാക്ഷ്യം നൽകാനായിട്ട് വന്നവനാണ്. അവനത് നിർഭയം നിറവേറ്റുന്നത് നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പിറവിക്കിന് ഏതാനും മണിക്കൂറുകളാണ് ഉള്ളത്. പിറവി തിരുനാള് നമ്മൾ ഇന്ന് രാത്രിയിൽ ആഘോഷിക്കുമ്പോൾ ഈ പിറവി നമ്മുടെ ജീവിതത്തില് വലിയൊരു മാറ്റത്തിന് കാരണമാകണം. നമ്മുടെ കുടുംബത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകണം. കാരണം അസാധ്യതകളുടെ നടുവില് ദൈവം വന്ന് പിറക്കുന്ന നിമിഷങ്ങളാണ് ഈശോയുടെ പിറവിയുടെ നിമിഷങ്ങൾ. ആ നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അസാധ്യതകളിലും ദൈവം ഇറങ്ങി വരുമെന്നുള്ള ബോധ്യത്തോടുകൂടെ വേണം ഈ ഒരു ദിവസം നമ്മൾ ഓരോരുത്തരും ചെലവഴിക്കുവാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും മനസ്സിൽ സൂക്ഷിക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യം, സാക്ഷ്യം നൽകുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഈശോയുടെ പിറവി നമ്മൾ ഓരോരുത്തരും ആഘോഷിക്കുമ്പോൾ അത് ക്രൈസ്തവ സാക്ഷ്യത്തിന് എന്ന് പറഞ്ഞാൽ ക്രിസ്തു സാക്ഷ്യത്തിന് ഉപകരിക്കുന്നതാവണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, പല വിധത്തിലുള്ള ആഘോഷങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മൾ പല വിധത്തിൽ ക്രിസ്തുമസ് നമ്മുടെ ഭവനങ്ങളിൽ ഇന്ന് ആഘോഷിക്കും. പുൽക്കൂട് കെട്ടി, ട്രീകൾ ഉണ്ടാക്കി, കുടുംബത്തിലെല്ലാവരും ഒരുമിച്ച് കൂടി സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റേതുമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ നമ്മൾ ഇന്ന് കടന്നുപോകും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ സ്നേഹത്തിനും സാഹോദര്യത്തിനും വിരുദ്ധമായിട്ടുള്ള യാതൊരുവിധ ആഘോഷങ്ങളും നമ്മുടെ ഭവനങ്ങളിൽ നടത്താൻ പാടില്ല. നമ്മുടെ കുടുംബത്തിന്റെ സാഹോദര്യത്തിന് വിരുദ്ധമായിട്ടുള്ളത്, ജീവിത പങ്കാളിയുമായിട്ട്, മക്കളുമായിട്ട്, മാതാപിതാക്കളുമായിട്ട്, സഹോദരങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധത്തിന് വിരുദ്ധമായിട്ടുള്ളതൊന്നും നമ്മുടെ കുടുംബത്തിൽ ആഘോഷമാക്കി മാറ്റരുത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ആഘോഷങ്ങൾ ക്രൈസ്തവ സാക്ഷ്യത്തിന്, ക്രിസ്തു സാക്ഷ്യത്തിന് എതിരായിട്ടുള്ളതാണ് എന്ന് നമ്മൾ മറന്നുപോകരുത്. ഈശോയുടെ സാക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ആഘോഷമായിരിക്കണം ഈ ഒരു ക്രിസ്തുമസ് ആഘോഷം. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുമസ് നാളിലേക്ക് പ്രവേശിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നന്മ ചെയ്തുകൊണ്ട് ഈ ക്രിസ്തുമസ് ഒരു സാക്ഷ്യത്തിൻ്റെതാക്കി മാറ്റിക്കേ. യോഹന്നാൻ മാംദാന ഈശോയ്ക്ക് സാക്ഷ്യം നൽകുവാനായിട്ട് ഇറങ്ങി വന്നതുപോലെ നമ്മൾ ഓരോരുത്തരും ഈ ക്രിസ്തുമസ് ഒരു സാക്ഷ്യമാക്കി മാറ്റണം. നന്മയുടെ സാക്ഷ്യമാക്കി മാറ്റണം. വിശുദ്ധിയുടെ സാക്ഷ്യമാക്കി മാറ്റണം. പ്രകാശം നൽകുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. ലോകത്തിൽ പ്രകാശം നൽകുവാനായിട്ട് ഈശോ കടന്നു വന്നപ്പോൾ യോഹന്നാൻ ആ പ്രകാശത്തിന് സാക്ഷ്യം നൽകുവാനായിട്ട് കടന്നു വന്നു. ഇതുപോലെ പ്രകാശമായിട്ട് ഈശോ കടന്നു വരുമ്പോൾ ആ പ്രകാശമായി ഈശോയ്ക്ക് സാക്ഷ്യം നൽകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അവരന്റെ ജീവിതത്തിൽ ഒരു വെളിച്ചമായിട്ട് ഈ ക്രിസ്മസ് നമ്മൾ ഓരോരുത്തരും മാറിക്കേ. നമ്മുടെ കുടുംബത്തിൽ വെളിച്ചമായിട്ട്, നമ്മുടെ സമൂഹത്തില് ഈ ക്രിസ്തുമസ് ആഘോഷിക്കുവാൻ സാധിക്കാത്ത എത്രയോ പേരുണ്ട്. അവരുടെ ജീവിതത്തിന് ഒരു സാക്ഷ്യമായിട്ട് ഈ ഒരു ദിവസം ഒന്ന് മാറുകയെ. പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും ക്രിസ്തുവിന് യഥാർത്ഥത്തിൽ സാക്ഷ്യം നൽകുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറും. ഈ ക്രിസ്തുമസ് സാക്ഷ്യത്തിൻ്റെതാവട്ടെ. സാക്ഷ്യമില്ലാത്ത ആഘോഷങ്ങളൊക്കെ വെറുതെയാണ്. സാക്ഷ്യമില്ലാത്ത ആഘോഷങ്ങളൊക്കെ പാഴായിപ്പോകും. എന്നാൽ സാക്ഷ്യത്തിനായിട്ട് ഈ ആഘോഷങ്ങൾ മാറ്റിയാൽ നീയും നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. ക്രിസ്തുമസ് ഒരനുഭവമായിട്ട് മാറും. കരങ്ങൾ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെ പ്രത്യേകമായിട്ട് ഈശോയുടെ തിരുമുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇവരുടെ കഷ്ടപ്പാടുകളിലേക്ക്, ഇവരുടെ കുറവുകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ ഓരോരുത്തരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് എല്ലാ തിന്മകളും, ബന്ധനങ്ങളും, കെട്ടുകളും, പിശാചിന്റെ ഉപദ്രവങ്ങള്, നാരകീയ ശക്തികളെ, പൈശാചിക ശക്തികളെ, രൂപികളെല്ലാം നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. അന്ധകാര ശക്തികൾ വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ദുരാത്മശക്തികൾ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.